ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു വീടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയൊരു വീടൊന്നുമല്ല. ഇത് മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയുള്ള ആ വീട്ടിലുള്ള ആൻറ്റീനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത്, ഞാൻ അവിടെ പരിചയപ്പെട്ടത് തന്നെ ചെടികളുടെ പേരിലാണ് ഞാൻ ആ ആൻറ്റീനെ പരിചയപ്പെട്ടത്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഗ്രൗണ്ട് ഫ്ലോറ് ഒരു ഷട്ടർ റൂമും പിന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറുമാണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലായാലും സെക്കൻഡ് ഫ്ലോറിലായാലും റോഡിൽ നിന്ന് നോക്കുന്ന ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയാവും. നിറയെ ചെടികൾ വെച്ച് അവർ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സും ഒക്കെ അവർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഇൻറ്റീരിയറും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് വളരെ നല്ല സ്നേഹമായിരുന്നു. ഞാൻ ചെന്ന സമയത്ത് അവർ നല്ല രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇത് ഇടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എനിക്ക് എല്ലാ പ്ലാൻസും കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ അറിയാമെങ്കിലും അവരതൊന്നും ഒരു പ്രശ്നമാക്കാത്ത രീതിയിൽ അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവിടുന്ന് കണ്ടത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും വരാന്ത ഫുൾ കവർ ചെയ്തിട്ടുള്ളത് പ്ലാന്റ്സ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. അതായത് ഈ ഒരു സിറ്റിയിൽ, അതായത് മലപ്പുറം സിറ്റിയിൽ ഇങ്ങനെ ചെടികൾ മാത്രമായിട്ടുള്ളൊരു വീട്, അത് വളരെ ഒരു പ്രത്യേകത തോന്നിയ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞാനെന്തായാലും ആൻറ്റീൻ്റെ അടുത്ത് നല്ല കമ്പനിയായി. പിന്നെ ആൻറ്റി അങ്കിളും കൂടിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ആവശ്യമുണ്ട്. പക്ഷേ ചില പ്ലാന്റ്സിന് അങ്ങനെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അങ്ങനെ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരം അവിടെ ചിലവഴിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തു. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ കാഴ്ച കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.